നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെയാണ് ജയ്പൂരിലെ ചില കടയുടമകൾ പ്രശസ്തമായ മൈസൂർ പാക്കിന്റെ പേര് മാറ്റുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. മധുര പലഹാരങ്ങളായ മൈസൂർ പാക്ക്, ഗോണ്ട് പാക്ക്, മോട്ടി പാക്ക് തുടങ്ങിയവയുടെ പേര് മാറ്റി പകരം ശ്രീ എന്ന് ചേർക്കുകയാണെന്നാണ് കടയുടമകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ മൈസൂർ പാക്കിന്റെ പേര് മാറ്റാനാവില്ലെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മൈസൂർ കൊട്ടാരത്തിലെ പാചക കുടുംബത്തിലെ അംഗം. കൊട്ടാരത്തിലെ പാചകക്കാരനായിരുന്ന കാക്കാസുര മടപ്പയുടെ പിൻഗാമിയാണ് എസ് നടരാജ്. ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഇവർ പേര് മാറ്റിയതിനോട് കടുത്ത എതിർപ്പിലാണ്. എല്ലാ പാരമ്പര്യങ്ങൾക്കും അതിൻ്റെതായ പേരുള്ളതുപോലെ മൈസൂർ പാക്കിനുമുണ്ട്. അതിൽ മാറ്റം വരുത്തുകയോ തെറ്റായി ചിത്രീകരിക്കുകയോ ചെയ്യരുതെന്നാണ് നടരാജ് പറയുന്നത്. പഞ്ചസാര സിറപ്പ് എന്നർത്ഥമുള്ള പാക്ക എന്ന കന്നഡ വാക്കിൽ നിന്നാണ് പാക്ക് ഉണ്ടായത്. മൈസൂരിലുണ്ടായ ഭക്ഷണമായതിനാലാണ് മൈസൂർ പാക്ക് എന്ന് വിളിപ്പേരും വന്നത്. ഇതല്ലാതെ വേറൊന്നും പലഹാരത്തെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. ലോകത്തെവിടെ പോയാലും മൈസൂർ പാക്കാണെന്ന് തിരിച്ചറിയാനും ആ പേര് വിളിക്കാനും കഴിയണം. ആ പേര് മാറ്റാൻ മറ്റാർക്കും അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ ജനപ്രിയ മധുര പലഹാരമായ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കിയതോടെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച സജീവമായിരുന്നു. മൈസൂർ കൊട്ടാരത്തിലെ അടുക്കളയിലാണ് മൈസൂർ പാക്ക് ആദ്യമായി പാചകം ചെയ്തത്. രാജാവായ കൃഷ്ണരാജ വൊഡയാർ നാലാമന്റെ ഭരണകാലത്താണ് ഈ പലഹാരം ആദ്യമായി ഉണ്ടാക്കിയത്. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെയാണ് മൈസൂരിലെ ചില കടയുടമകൾ തങ്ങളുടെ മധുര പലഹാരങ്ങളുടെ പേരുകളിൽ നിന്ന് പാക്ക് എന്ന വാക്ക് തങ്ങൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞത്. മോത്തി പാക്കിനെ മോത്തി ശ്രീ എന്നും ഗോണ്ട് പാക്കിനെ ഗോണ്ട് ശ്രീ എന്നും മൈസൂർ പാക്കിനെ മൈസൂർ ശ്രീ എന്നും പുനഃനാമകരണം ചെയ്തു എന്നാണ് കടയുടമകൾ വ്യക്തമാക്കിയത്. മധുര പലഹാരത്തിന്റെ പേരിൽ ശ്രീ പോലുള്ള ഒരു ഇന്ത്യൻ പദം കേൾക്കുന്നത് സമാധാനം, സംതൃപ്തി നൽകുന്നു എന്നാണ് പലരും പറയുന്നത്. രാജസ്ഥാൻ സംസ്ഥാനം മുഴുവൻ പേര് മാറ്റുന്നതിനെ കുറിച്ചും പരമ്പരാഗത മധുര പലഹാര നാമങ്ങളിൽ പാക് എന്നതിന് പകരം ശ്രീ അല്ലെങ്കിൽ ഭാരത് എന്ന പേര് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. ജയ്പൂരിലെ നിരവധി പ്രശസ്ത മധുര പലഹാര നിർമ്മാതാക്കളും കാറ്ററിംഗ് സേവനദാതാക്കളും ഈ സംരംഭത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും കടയുടമകൾ പറഞ്ഞു. താമസിക്കാതെ പലരും തങ്ങളുടെ മധുര പലഹാരങ്ങൾക്ക് കൂടുതൽ ദേശസ്നേഹപരമായ പേരുകൾ നൽകുമെന്നാണ് അന്ന് കടയുടമകൾ പ്രസ്താവിച്ചിരുന്നത്.